പി.എ. പൗരൻ, ഇതിപ്പോ രാഷ്ട്രീയ ആരോപണം എന്നുള്ളതിനപ്പുറത്തൊരു പൗരന്, ഒരു സിറ്റിസന് എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ലഭ്യമാവുക എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പോലീസുകാരെല്ലാം മോശക്കാരാണെന്നോ പോലീസ് സംവിധാനം ആകപ്പാടെ ഒരു മർദ്ദക സംവിധാനമാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത്തരം അമിതാധികാര പ്രവണതകൾ, കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു സിറ്റിസനെ സംബന്ധിച്ച് അയാളുടെ അടിസ്ഥാന പൗരാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെ ഓരോ തവണ ഉണ്ടാകുമ്പോഴും ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള പണിഷ്മെന്റ്, ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടായാൽ കുറച്ചൊക്കെ മാറ്റം വരുമായിരിക്കും. ഉണ്ടാകുന്നില്ല, സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അഭിലാഷേ, ഭരണകൂടത്തിൻ്റെ ഒരു ടൂളാണ് പോലീസ് എന്ന് പറയുന്നത്, ക്രമസമാധാന പാലനം. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ പൊതുവേ ഉണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ടൂളായിട്ടുള്ള പോലീസ് ഈ രൂപത്തിലുള്ള പീഡനങ്ങൾ നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വിഡ് പ്രോ കോ, ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു പോളിസി ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ ടൂളായിട്ടുള്ള പോലീസും തമ്മിലുണ്ട്. അതുകൊണ്ട് പോലീസ് ചെയ്യുന്ന ഏത് ഹീനപ്രവൃത്തികൾക്കും സംരക്ഷണം കൊടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഭരണകൂടവും സ്വീകരിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള ജനാധിപത്യത്തിന്, ഇൻക്ലൂസീവ് ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. ഇൻക്ലൂസീവ് ജനാധിപത്യം എന്ന് പറയുന്ന ഈ ശുചിത്തിനും, അതേപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന, ഞാൻ പറയുന്ന പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പറഞ്ഞ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ വിനായകൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഫ്രീക്വൻ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആ ഫ്രീക്വനെ കളവ് കേസിൽ പ്രതിയാക്കി കൊണ്ടുവന്നു, അടിച്ച് ശരിയാക്കിയതിന് ശേഷം അവൻ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്ര വലിയ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു പോലീസ് സംവിധാനമുള്ള കേരള സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന, അവകാശപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് ഉള്ള ഒരു സംസ്ഥാനത്ത് കേന്ദ്ര SC/ST കമ്മീഷൻ, നാഷണൽ SC/ST കമ്മീഷൻ ഇടപെടുകയും 50 ലക്ഷം രൂപ വിനായകൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ ഓർഡർ പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ 5000 രൂപ, 5 ലക്ഷം രൂപ വിനായകൻ്റെ വീട്ടിനുകാർക്ക് സംഭാവനയായിട്ട് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതായിട്ട് കൊടുത്തിരിക്കുന്നു, സഹായമായിട്ട് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 5000 ഉറുപ്പ്യ വീതം മാസം കൊടുക്കുവാനായിട്ട് ദേശീയ കമ്മീഷൻ, SC/ST കമ്മീഷൻ ഉത്തരവ് പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഭരണകൂടം, പോലീസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 172 പോലീസുകാർ അല്ലെങ്കിൽ IPSകാരുണ്ട്, 58,000 പോലീസുകാരുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് നോക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അഭിലാഷ ഒരു കാര്യം. ശരി, ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, മാസം കൃത്യം ശമ്പളം കിട്ടുന്നുണ്ട്. ബോണസായിട്ട് ഇവർക്ക് കിട്ടുന്നത് ഈ സ്റ്റേഷനിൽ വരുന്ന, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന പൗരന്മാരെ തെറി വിളിക്കുവാനും അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുവാനും അവരെ ഹീനമായിട്ട് മർദ്ദിക്കുവാനും അവരെ കൊല ചെയ്യുവാനുമുള്ള അവകാശമാണ് ഈ കേരളത്തിലെ 58,000-ഓളം വരുന്ന പോലീസുകാർക്ക് വർഷാവർഷം ബോണസായിട്ട് ഭരണകൂടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോണസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ടോമിൻ ജെ തച്ചങ്കരി, നേരത്തെ പറഞ്ഞ AV ജോർജ് വരാപ്പുഴ കേസിലെ പ്രതിയാകേണ്ട അയാൾക്ക് IPS കൊടുത്ത് അയാളെ SP ആയിട്ട്, കമ്മീഷണറായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അതേപോലെ ഇപ്പോഴത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടറായിരിക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, സോജൻ, ഈ കുന്നംകുളം സ്റ്റേഷനിൽ ആദ്യമായിട്ട് ചാർജ് എടുത്തത് സോജൻ എന്ന് പറയുന്ന ഒരു SI ആയിരുന്നു. അയാൾ ഇതേപോലെ തന്നെ ഒരുത്തനെ അടിച്ച് കൊന്നൊരു സംഭവമുണ്ട്. സൈക്കിളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദരിദ്രനെ അല്ലെ പാവപ്പെട്ടനെ അടിച്ചു കൊന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അപ്പം ഇതേപോലെയുള്ള ആൾക്കാർ, അയാൾ തന്നെ വാളയാർ കേസിനകത്ത് 9 വയസ്സും 12 വയസ്സുമുള്ള 2 പെൺകുട്ടികളെ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചപ്പോൾ അവർ സന്തോഷിച്ചിരുന്നു, അവർ ചിരിച്ചിരുന്നു, അവർക്ക് അത് ആസ്വദിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് എഴുതി അതിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഈ രൂപത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നെതർലാൻഡ്സിൽ 27,000 പോലീസുകാരെ പിരിച്ചുവിട്ടു. അവിടെയുള്ള ജയിലുകൾ മുഴുവൻ അടച്ചുപൂട്ടി. എന്താ കാരണം? അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഭരണകൂടം നീതിയെ, അതോടൊപ്പം തന്നെ സാമൂഹ്യ നീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, ജനങ്ങളുടെ പൗരാവകാശത്തെയും ജനാധിപത്യ അവകാശത്തെയും
മനുഷ്യാവകാശത്തെയും സംരക്ഷിക്കുന്ന രൂപത്തിൽ ഭരണകൂടം ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അവിടെ ക്രൈംസ് ഇല്ലാതെയായി. ശരി, നമുക്ക് ഇവിടെ ക്രൈംസ് crimes ഇല്ലാതാവണം എങ്കിൽ അതിന് ഒരു വലിയ ദീർഘമായ പ്രക്രിയ ആവശ്യമുണ്ട്.